എന്ത് ചായ? എന്ത്? ഒന്നുകൂടി പറയ്. തുളസി ചായ വേണ്ടേ? നടക്ക്. തുളസി പറക്കി. ഇവൻ ചായ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സാധാ ചായ കൊടുക്കുന്ന ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇവൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൊരു ചായയാണിത്. തുളസിയിലയും അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയിലയും ഇന്ന് ഞാൻ ശംഖുപുഷ്പം കൂടി ചേർക്കുന്നുണ്ട്. സാധാരണയായിട്ട് ശംഖുപുഷ്പം ചേർക്കാറില്ല, ഇന്ന് ശംഖുപുഷ്പം കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ എന്ത് ശംഖുപുഷ്പോ എന്നാൽ കൊണ്ടാ നമുക്ക് തുളസി. ഇവ മൂന്നും നന്നായി കഴുകി എടുത്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും വെള്ളവും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായ കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ചായ. ഏത് രീതിയിൽ ചായ ഉണ്ടാക്കി കൊടുത്താലും കുടിക്കും. പാൽ ചായയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ രീതിയിലാവുമ്പോൾ കുട്ടികൾക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു സാധനങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുടിക്കുന്നതുകൊണ്ട് അവർക്ക് കഫക്കെട്ടൊക്കെ മാറാൻ പനിക്കൂർക്കയിലൊക്കെ നല്ലതാണ്, തുളസിയിലയും അതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അവരത് ഇഷ്ടത്തോടു കൂടി കുടിക്കാറുമുണ്ട്. അത്ര മധുരം മതി. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ പിന്നെ കാണാം. ബായ്. ഉണ്ടാവും.